നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരൂരിൽ മാനസികാസ്വസ്ഥമുള്ള യുവാവിനെ സദാചാര ഗുണ്ടകൾ മർദ്ദിച്ചു. ചെറുവണ്ണം പഞ്ചായത്തിലെ വാണിയന്നൂരിലാണ് സംഭവം. പെൺകുട്ടിയോട് ചാറ്റ് ചെയ്തെന്ന പേരിലായിരുന്നു മർദ്ദനം. മലപ്പുറത്ത് ആശുപത്രികളിൽ 72% കിടക്കകളിലും കോവിഡ് രോഗികൾ നിറഞ്ഞു. മലപ്പുറം അടക്കം 4 ജില്ലകളിൽ കോവിഡ് അതിവ്യാപന ഘട്ടത്തിൽ. സംസ്ഥാനത്തെ TPR 3 മാസത്തിനിടയിൽ ആദ്യമായി 17% കടന്നു. പോക്സോ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും പോക്സോ കേസിൽ അറസ്റ്റിൽ. പിടിയിലായത് പറവണ്ണ ആലിച്ചുവട് സ്വദേശി നസീറുദ്ദീൻ. തിരൂർ CI MJ ജിജോയും സംഘവുമാണ് അറസ്റ്റ് ചെയ്തത്. തൃക്കൊണ്ടൂർ മേഖലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. കേരളത്തിൽ രോഗികളുടെ എണ്ണം കുറഞ്ഞപ്പോഴും DPR ഉയർന്നു തന്നെ. DPR 16% മുകളിൽ തുടർന്നു. 10,402 പേർക്ക് രോഗം. 25,586 പേർ രോഗമുക്തി നേടി. കൂടുതൽ രോഗികളും DPR-ഉം മലപ്പുറത്ത് തന്നെ. 1,577 പേർക്ക് രോഗബാധ. DPR 19.65%. 3,092 പേർക്ക് രോഗമുക്തി. വിശദമായ വാർത്തകളിലേക്ക്. തിരൂരിനടുത്ത് ചെറിയമുണ്ടത്ത് സദാചാര പോലീസ് ചമഞ്ഞ് മാനസികാസ്വസ്ഥത നേരിടുന്ന യുവാവിന് നേരെ ആക്രമണം. വാണിയന്നൂർ സ്വദേശിയായ യുവാവിനെയാണ് ഒരു സംഘം യുവാക്കൾ ആക്രമിച്ചത്. ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തി പ്രചരിപ്പിച്ചു. മാതാവ് പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. ചെറിയമുണ്ടം പഞ്ചായത്തിലെ വാണിയന്നൂരിലാണ് മാനസികാസ്വാസ്ഥതയുള്ള യുവാവിനെ സദാചാര പോലീസ് ചമഞ്ഞ് ക്രൂരമായി മർദ്ദിച്ചത്. പെൺകുട്ടിയോട് വാട്സാപ്പിൽ ചാറ്റ് ചെയ്തെന്ന പേരിലാണ് പെൺകുട്ടിയുടെ സഹോദരൻ എന്ന് പറയപ്പെടുന്ന കൗമാരക്കാരനും കൂട്ടുകാരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. വടിയും മറ്റുമായി അതിക്രൂരമായിട്ടായിരുന്നു മർദ്ദനം. മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. വന്നല്ലേ കുറച്ച് കളിച്ചേക്കോ വാണിയന്നൂർ സ്വദേശി സൽമാനുൽ ഫാരിസിനാണ് മർദ്ദനമേറ്റത്. അക്രമത്തിൽ സാരമായി പരിക്കേറ്റ സൽമാനുൽ ഫാരിസ് ഇപ്പോൾ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മർദ്ദനത്തെ തുടർന്ന് യുവാവിന്റെ മാതാവ് സുഹറ മുഖ്യമന്ത്രിക്കും പോലീസിലും പരാതി നൽകി. വാണിയന്നൂർ തടത്തിൽ മുഹമ്മദ് സുഹറ ദമ്പതികളുടെ മകനായ സൽമാനുൽ ഫാരിസിന് 23 വയസ്സുണ്ട്. ഓഗസ്റ്റ് 12-ന് വൈകിട്ടാണ് സംഭവമുണ്ടായത്. അരീക്കാട് വെച്ചായിരുന്നു മർദ്ദനം. മാരകായുധങ്ങൾ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നെന്ന് അക്രമി സംഘം പ്രചരിപ്പിക്കുന്ന വീഡിയോയിൽ ദൃശ്യമാണ്. ശാരീരിക അവശതയെ തുടർന്നാണ് സൽമാനുൽ ഫാരിസിനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സദാചാര ഗുണ്ടായിസത്തിനും ആൾക്കൂട്ടാക്രമണത്തിനും നേതൃത്വം നൽകിയവർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സൽമാനുൽ ഫാരിസിന്റെ ഉമ്മ മുഖ്യമന്ത്രിക്കും പോലീസിലും പരാതി നൽകി. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുമുണ്ട്. കണ്ടോ ഇൻസ്റ്റയിൽ എന്റെ മോന്തം എല്ലാരും കാണട്ടോ. വീഡിയോ മലപ്പുറത്ത് ആശുപത്രികളിൽ 72% കിടക്കകളിലും കോവിഡ് രോഗികൾ നിറഞ്ഞു. മലപ്പുറം അടക്കം 4 ജില്ലകളിൽ കോവിഡ് അതിവ്യാപന ഘട്ടത്തിലാണ്. സംസ്ഥാനത്ത് DPR 3 മാസത്തിനിടയിൽ ആദ്യമായി 17% കടന്നു. സംസ്ഥാനത്താകെ 50% കിടക്കകളിലും കോവിഡ് രോഗികൾ.
കേരളത്തിലാകെയും മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും കോവിഡ് അതിവ്യാപന ഘട്ടത്തിലാണ്. മലപ്പുറം അടക്കം 4 ജില്ലകളിലാണ് കോവിഡ് അതിവ്യാപനം രേഖപ്പെടുത്തുന്നത്. സംസ്ഥാനത്താകെ TPR കഴിഞ്ഞ 3 മാസത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്കെത്തി. 17% കടന്ന് TPR ദിനം പ്രതി കുതിക്കുകയാണ്. 11 ജില്ലകളിലും 50%-ലേറെയും കിടക്കകൾ നിറഞ്ഞു കവിഞ്ഞു. പെരുന്നാൾ തിരക്കിന്റെ ആഘാതം കുറയും മുമ്പെത്തിയ ഓണാഘോഷത്തിൽ കോവിഡ് നിരക്ക് കുതിച്ചുയരുകയാണ്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, എറണാകുളം ജില്ലകളിലാണ് രോഗവ്യാപനം കൂടുതലുള്ളത്. കോവിഡ് ഇതര രോഗങ്ങൾക്ക് ചികിത്സയിൽ കഴിയുന്ന ആയിരങ്ങൾക്കൊപ്പം കോവിഡ് ബാധിതരുടെ എണ്ണവും ഉയരുന്നതോടെ ബെഡുകളും ICUകളും അതിവേഗം നിറയുന്നു. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിൽ കഴിയുന്നത്. മലപ്പുറം ജില്ലയിലെ സർക്കാർ മേഖലയിൽ മാത്രം 72% കിടക്കകളിലും രോഗികളായിട്ടുണ്ട്. കാസർഗോഡ് 79%, തൃശൂരിൽ 73% കിടക്കകൾ നിറഞ്ഞു. കോഴിക്കോട് 6116 കിടക്കകൾ ഉള്ളതിൽ 3424 എണ്ണത്തിലും രോഗികളുണ്ട്. ദിനം പ്രതിയുള്ള കോവിഡ് പരിശോധനകളുടെ എണ്ണം കുറയുമ്പോഴും രോഗികളുടെ എണ്ണവും രോഗവ്യാപന നിരക്കും കൂടുന്നതാണ് ആശങ്കയേറ്റുന്നത്. നേരത്തെ പ്രതിദിനം 2 ലക്ഷത്തോളം പരിശോധനകൾ നടന്നിരുന്നത് ഇപ്പോൾ പകുതിയായി കുറഞ്ഞു. തിരുവോണ ദിവസത്തിൽ മാത്രം 1 ലക്ഷത്തിനും താഴെയാണ് പരിശോധന നടന്നത്. എന്നാൽ രോഗികളുടെ എണ്ണമാകട്ടെ കുതിച്ചുയരുകയും ചെയ്തു. അതിനനുസരിച്ച് രോഗവ്യാപന നിരക്ക്, ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 17%-ലേക്കും കുതിച്ചു. നിലവിൽ 1.78 ലക്ഷം പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഒരേ സമയം ചികിത്സയിലുള്ളവരുടെ എണ്ണം 4 ലക്ഷം വരെ ഉയരാമെന്നാണ് വിലയിരുത്തൽ. കടകളിലും പൊതുനിരത്തിലും സാമൂഹിക അകലം പാലിക്കുന്നത് ഉറപ്പുവരുത്താൻ വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. പരപ്പനങ്ങാടി നഗരസഭയുടെ നിരുത്തരവാദപരമായ സമീപനത്തിനെതിരെ മുനിസിപ്പാലിറ്റിയിലേക്ക് മാർച്ചിനൊരുങ്ങി പരപ്പനാട് ഡെവലപ്മെന്റ് ഫോറം. സ്ത്രീകൾക്കുള്ള ശുചിമുറി അടക്കമുള്ള കാര്യങ്ങളിൽ നഗരസഭയുടേത് നിരുത്തരവാദ നിലപാടാണെന്നാണ് PDF ആരോപിക്കുന്നത്. ദിനം പ്രതി പലവിധ ആവശ്യങ്ങൾക്കായി നഗരസഭയിലെത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് ശുചിത്വവും സ്വകാര്യതയുള്ളതുമായ ശുചിമുറി നിർമ്മിക്കുന്നതിലടക്കം നിരുത്തരവാദപരമായ സമീപനമാണ് നഗരസഭ സ്വീകരിക്കുന്നതെന്ന് പരപ്പനാട് ഡെവലപ്മെന്റ് ഫോറം ആരോപിച്ചു. നഗരസഭയുടെ നിലപാടിനെതിരെ അടുത്ത മാസം 1-ന് നഗരസഭയിലേക്ക് മാർച്ച് നടത്താനാണ് PDF ആലോചിക്കുന്നത്. ഫെബ്രുവരി 2-ന് ഇത് സംബന്ധിച്ച് നഗരസഭാ ചെയർമാന് നിവേദനം സമർപ്പിച്ച് 6 മാസം പിന്നിട്ടിട്ടും നിലവിലുള്ള ശുചിമുറി ശുചീകരണം നടത്തി ശാസ്ത്രീയമായ രീതിയിൽ അറ്റകുറ്റപ്പണി നടത്തി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ തയ്യാറായിട്ടില്ലെന്നും PDF ഭാരവാഹി യോഗം കുറ്റപ്പെടുത്തി. പരപ്പനങ്ങാടി നഗരസഭയ്ക്ക് ശുചിത്വത്തിനുള്ള സർക്കാരിൻ്റെ അവാർഡൊക്കെ മേടിച്ചൊരു മുനിസിപ്പാലിറ്റിയാണ് നമ്മുടേത്. അപ്പോൾ കഴിഞ്ഞ ഭരണസമിതി ആയ സമയത്ത് നമ്മൾ ചെയർപേഴ്സൺ ഒരു നിവേദനം കൊടുത്തു. ഇവിടെ വരുന്ന ആളുകൾക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ ഇവിടെ അടച്ചുറപ്പുള്ള സ്വകാര്യതയുള്ള ഒരു വൃത്തിയുള്ള ഒരു ശുചിമുറി നിർമ്മിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ അതിനൊരു മുഖവിലക്കെടുത്തില്ല. പിന്നെ രണ്ടാമത് ഇപ്പോൾ ഈ വന്ന ഭരണസമിതിയുടെ ചെയർമാന് നമ്മൾ ഫെബ്രുവരി 2-ാം തീയതിയും ഒരു നിവേദനം കൊടുത്തു. പരപ്പനാട് ഡെവലപ്മെൻറ്റ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു നിവേദനം കൊടുത്തു. അദ്ദേഹം പറഞ്ഞത് ശരിയാക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആഗസ്റ്റ് മാസമായി, അത് നമ്മൾ നിവേദനം കൊടുത്ത് 6 മാസത്തോളമായി ഇപ്പോൾ വന്ന ഭരണസമിതി. അപ്പോൾ ഇതൊന്നും ഇവർ അതിൻ്റെ രീതിയിൽ നമ്മൾ അവഗണിക്കുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ ജനകീയ ഒരു പ്രക്ഷോഭം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട്, കാരണം ഇതിൽ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ പരപ്പനാട് ഡെവലപ്മെൻറ്റ് ഫോറം ഈ സെപ്റ്റംബർ 1-ാം തീയതി മുനിസിപ്പാലിറ്റിയിലേക്ക് ഒരു മാർച്ച് നടത്താൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രദേശത്തെ ഈ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരെയും ഞങ്ങൾ അതിലേക്ക് ക്ഷണിക്കുകയും കൂടി ചെയ്യാണ്. ശുചിത്വ മിഷൻ പുരസ്കാരം നേടിയ നഗരസഭയായിട്ട് പോലും നിലവിലുള്ള ശുചിമുറി ഉപയോഗപ്രദമാക്കാത്ത നഗരസഭാ നിലപാടിനെ യോഗം കുറ്റപ്പെടുത്തി. മനാഫ് താനൂർ അധ്യക്ഷത വഹിച്ചു. P. രാമാനുജൻ, ഏനു കായൽ മഠത്തിൽ, K. ഷഫീഖ്, റഫീഖ് ബോംബെ, CC അബ്ദുൽ ഹക്കീം, ഖാജ മൊഹീനുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിക്ക് കീഴിൽ തിരൂർ MA സെൻട്രൽ സ്കൂളിൽ പ്രവർത്തിക്കുന്ന CFLTCയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണാഘോഷം നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. രോഗികൾക്കും ഓണസദ്യയും പൂക്കള മത്സരവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ ഡോക്ടർ ജാവേദ് അനീസ്, ജില്ലാ ആശുപത്രി ഹെഡ് നഴ്സ് സിമിലി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുത്തനത്താണി കല്ലിങ്ങൽ റോയൽ വില്ല റെസിഡൻഷ്യൽ അസോസിയേഷൻ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വില്ലയിൽ നടന്ന പരിപാടികളിൽ സ്ത്രീകളും കുട്ടികളും പങ്കെടുത്തു. കഴിഞ്ഞ വർഷത്തെ ഓണാഘോഷം കോവിഡ് മൂലം വീട്ടിലൊതുങ്ങിയപ്പോൾ ഇത്തവണ സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ഓണാഘോഷം സംഘടിപ്പിച്ചത്. വില്ലയിലെ കുരുന്നുകൾ പൂക്കളം തീർത്താണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് കുട്ടികൾക്കായി വിവിധ ഓണക്കളികളും സംഘടിപ്പിച്ചു. ലെമൺ സ്പൂൺ, ഉറിയടി, മ്യൂസിക്കൽ ചെയർ എന്നീ മത്സരങ്ങൾ കുട്ടികൾക്ക് പുറമെ അമ്മമാരും പങ്കെടുത്തത് ആവേശമായി. മത്സര വിജയികൾക്ക് അസോസിയേഷൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് യുവസമൃദ്ധമായ സദ്യയും ഒരുക്കി. അഷ്കർ, സജിന, സെലീന, ഹസീന, റംഷീദ തുടങ്ങിയവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
പോക്സോ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും പോക്സോ കേസിൽ അറസ്റ്റിലായി. പറവണ ആലിഞ്ചുവട് സ്വദേശി അമ്പലപ്പറമ്പിൽ നസീറുദ്ദീനെയാണ് തിരൂർ CI MJ ജിജോയും സംഘവും അറസ്റ്റ് ചെയ്തത്. പറവണ ആലിഞ്ചുവട് സ്വദേശി അമ്പലപ്പറമ്പിൽ നസീറുദ്ദീനെയാണ് തിരൂർ CI MJ ജിജോയും സംഘവും അറസ്റ്റ് ചെയ്തത്. പറവണ പ്രദേശത്ത് വ്യാജസിദ്ധം ചമഞ്ഞ് ചികിത്സ നടത്തിയിട്ടുള്ളതായും മുമ്പ് ചികിത്സയ്ക്കെത്തിയ സ്ത്രീയുടെ മക്കളെ ലൈംഗികാതിക്രമം നടത്തിയതായും 6ഓളം വിവാഹം കഴിച്ചിട്ടുള്ളതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. തിരൂർ SHOയുടെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഹരീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷെറിൻ ജോൺ, അജിത് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. തലക്കാട് പഞ്ചായത്ത് 10ാം വാർഡിൽ നിന്നും SSLC +2 പരീക്ഷകൾ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കുറുക്കുളി മൊയ്തീൻ MLA വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. തലക്കാട് പഞ്ചായത്ത് 10ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. കുറുക്കുളി മൊയ്തീൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങളും കൈമാറി. ഒരു സാഹചര്യത്തിൽ അതിലെ പങ്കാളികളും അതിൻ്റെ പ്രകാശ ഗോപുരങ്ങളുമായി നിൽക്കുന്നത് നിങ്ങളാണ് കുട്ടികളെ. നിങ്ങൾ ഇനിയും പഠിച്ചുയരേണ്ടതുണ്ട്, ഉന്നതങ്ങളിൽ എത്തേണ്ടതുണ്ട്. നമുക്ക് എത്തപ്പെടാൻ സാധിക്കാത്ത, നിങ്ങൾ ഈ പഞ്ചായത്തിലും നിങ്ങൾ ഗ്രാമത്തിലും എത്തപ്പെടാൻ സാധിക്കാത്ത ഇടങ്ങളിലേക്ക് നിങ്ങൾ കയറി എത്തണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ സമയത്ത് സൂചിപ്പിക്കാറുള്ളത്. ഒരു അധ്യാപകനോ ഏതെങ്കിലും ഒരു ഓഫീസിലെ ക്ലർക്കോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും വകുപ്പ് സെക്രട്ടറിയോ ഏതെങ്കിലും സ്ഥാപനത്തിലെ അധിപൻ ആയി നമ്മുടെ നാട്ടിൽ ഇരിക്കുക മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലും രാജ്യത്തിൻ്റെ മൊത്തത്തിലും ആയി ഓരോ വിഭാഗങ്ങളെയും നയിക്കുന്ന വകുപ്പ് സെക്രട്ടറിമാരും വകുപ്പ് മേധാവികളും ഒക്കെ ഉണ്ട്. അവിടേക്കൊക്കെ നമ്മൾ ആളുകൾ കടന്നു വരണം. നമ്മുടെ ജില്ലക്കാരായ 5-6 കലക്ടർമാർ 8-10 കലക്ടർമാർ ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജില്ലക്കാരായ എൻ്റെ പഞ്ചായത്ത് വളവന്നൂരിൽ നിന്ന് ഒരു കലക്ടർ ലുധിയാനയിലുണ്ട്. ചെറിയമുണ്ടം തൊട്ടടുത്ത് നിങ്ങളുടെ പഞ്ചായത്ത് ചെറിയമുണ്ടത്തെ കലക്ടർ മഹാരാഷ്ട്രയിലുണ്ട്. അതുപോലെ കൽപ്പകഞ്ചേരിയിൽ നിന്ന് കലക്ടർ പദവിയിലുള്ള ഒരാൾ ഡൽഹിയിലുണ്ട്. IAS നേടിയ ആളുകൾ, IASഉം IFSഉം ഒക്കെ നിങ്ങൾ നേടിയെടുക്കണം. അതൊക്കെ നമുക്ക് എത്തിപ്പിടിക്കാവുന്ന മേഖല തന്നെയാണ്. അതിന് നിങ്ങൾ ഇപ്പോൾ ഒരുങ്ങണം. ചടങ്ങിൽ KV സൈനുദ്ദീൻ അധ്യക്ഷനായിരുന്നു. ഇബ്രാഹിം കോടേരി, ലത്തീഫ് കൊളക്കാടൻ, സുലൈമാൻ മുസ്ലിയാർ, ആബിദ് AP തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കണ്ടിയൂർ മേഖലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഓണക്കിറ്റ് വിതരണം ചെയ്തു. പ്രദേശത്തെ 60-ലധികം കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റ് നൽകിയത്. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK അബ്ദുൽ സലാം മാസ്റ്റർ ഇതിനോദ്ഘാടനം നിർവഹിച്ചു. തൃക്കണ്ടിയൂർ മുസ്ലിം ലീഗിന്റെ കീഴിലുള്ള ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രദേശത്തെ 60-ൽ പരം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തത്. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK അബ്ദുൽ സലാം മാസ്റ്റർ ഇതിനോദ്ഘാടനം നിർവഹിച്ചു. ഈ പൊന്നോണക്കാലത്ത് നമ്മുടെ പ്രദേശത്ത് പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഓണക്കിറ്റ് നൽകുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ല് രംഗത്ത് വന്നിട്ടുള്ളത്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്ന രംഗത്തായാലും അവർക്ക് വേണ്ട മറ്റു രംഗത്തുള്ള സേവനം ചെയ്യുന്ന രംഗത്തൊക്കെ വളരെ സുസ്ഥിരമായ സേവനമാണ് ഈ പ്രദേശത്തെ മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും അതോടൊപ്പം അതിൻ്റെ റിലീഫ് സെല്ലായിട്ടുള്ള ഷിയാബ് റിലീഫ് സെല്ലും ദീർഘവർഷങ്ങളായിട്ട് പ്രവർത്തന രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ വരുന്ന വരുന്ന ഓരോ സമയത്തും ആവശ്യമായ എല്ലാ പ്രവർത്തനവും നടത്താനും ഇവിടെയുള്ള യുവാക്കളായിട്ടുള്ള ആളുകൾ സജീവമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ ഈ പൊന്നോണ മഹോത്സവം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനമായി നമ്മൾ രംഗത്ത് വന്നിട്ടുള്ളത്. KK നാസർ, ചോലക്കൽ അബ്ദുള്ളക്കുട്ടി, TK മുസ്തഫ, KK റഷീദ് എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു. റഫീഖ് C, റമീസ് KK, ബദറുദ്ദീൻ, ഷാഹിദ്, മുഫാദ്, TK റിഷാൻ, ഷഹസാദ്, മൊയ്തീൻ കോയ എന്നിവരാണ് കിറ്റുകൾ വീടുകളിൽ എത്തിച്ചു നൽകിയത്. ഓണാനുഭവങ്ങൾ പങ്കുവെച്ച് ഓണാഘോഷം. പറവണ സലഫി സ്കൂളിലെ ഓണപരിപാടിയിലാണ് ഓണാനുഭവങ്ങൾ പങ്കുവെച്ച് ഓണാഘോഷം വേറിട്ടതാക്കിയത്. ഓണാനുഭവങ്ങൾ പങ്കുവെച്ച് വിദ്യാലയം സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. പറവണ സലഫി സ്കൂൾ ഓണപരിപാടിയിലാണ് ഓണാനുഭവങ്ങൾ പങ്കുവെച്ച് ഓണാഘോഷം വേറിട്ടതാക്കിയത്. നാടക സിനിമാ നടൻ മുഹമ്മദ് പേരാമ്പ്ര, കഥാകൃത്ത് സുരേഷ് തെക്കീട്ടിൽ, സാഹിത്യകാരൻ ആര്യൻ കണ്ണനൂർ എന്നിവർ ഓണാനുഭവങ്ങൾ പങ്കുവച്ചു. പിന്നെ പണ്ടൊക്കെ ജന്മിത്വം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു കാലമുണ്ടല്ലോ, ദുഷ്ടകാലം. അന്ന് നമ്മൾ ഈ കുലകളൊക്കെ കൊണ്ടുപോയി തമ്പുരാന് കാഴ്ച നോക്കണം. ഇന്നാൾ കസവിൻ്റെ മുണ്ട് കൊടുക്കും ഇല്ലേ. ഓണം വരാൻ ആഗ്രഹിച്ചൊരു കാലമുണ്ടായിരുന്നു ഈ നാട്ടിലെ ദരിദ്രന്മാർക്ക്.
അന്നാണ് അവർക്ക് ഭക്ഷണം കഴിക്കാനാകുക, പട്ടിണി ഇല്ലാതെ ഭക്ഷണം കഴിക്കാനാകും. അങ്ങനൊരു കാലം. ആ കാലത്തുനിന്നൊക്കെ മാറി വന്നൊരു പുതിയ കാലം. അന്നത്തേക്കാൾ സുഖകരമാണോ അല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കാം. എന്നെ സംബന്ധിച്ച് അന്നത്തേക്കാൾ സുഖകരമല്ല ഈ കാലം. മാവേലി വെച്ചിട്ട് ഉത്രാടത്തിൻ്റെ അന്ന് മാവേലിയെ വെക്കും. എന്നിട്ട് തിരുവോണത്തിൻ്റെ അന്ന് കാലത്ത് അമ്മ അതിനെ നിവേദിക്കും. അതിൽ അപ്പവും അടയും അങ്ങനെ പലതും പഴവും ഒക്കെ വെച്ചിട്ട് നിവേദിക്കും. ശർക്കരയൊക്കെ വെച്ച് നിവേദിക്കും. ഇതൊക്കെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഉണ്ടാവും ചെയ്യും. അപ്പോൾ ഈ നിവേദിക്കൽ കഴിഞ്ഞാൽ ഒരു പൂവേ വിളിയുണ്ട്. അത് ഞങ്ങൾ ഉറക്ക വിളിക്കും. അന്ന് അച്ഛൻ ചീത്ത പറയില്ല. അങ്ങനെ ഞങ്ങൾക്കൊരധികാരം, ശബ്ദം ഉണ്ടാക്കാൻ ആകെ അധികാരം കിട്ടുന്ന ഒരു ദിവസമായിരുന്നു തിരുവോണം. ഓണം സ്നേഹമാണ്, ഓണം നമ്മുടെ സങ്കല്പമാണ്, പ്രതീക്ഷയാണ്. ഓണത്തോട് ചേർത്ത് നിർത്തുമ്പോൾ എല്ലാം മനോഹരമാകും. ഒരു നിലാവിനെ ഓണവുമായി ചേർത്ത് പറയുമ്പോൾ ഓണനിലാവ് എന്ന ഇരട്ടി ചന്തത്തിലേക്ക് വരുന്നു. പൂക്കളെ ഓണവുമായി ചേർത്ത് വയ്ക്കുമ്പോൾ ഓണപ്പൂക്കളാകും. എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ആഘോഷമാണ് ഓണം. മലയാളിയുടെ മനസ്സിൽ ഒന്നാണെന്ന തോന്നൽ വരുത്തുവാൻ, നമ്മൾ ഒന്നാണ്, നമ്മളെല്ലാവരും ഒന്നാണ് എന്ന വലിയ ഒരു ചിന്ത വരുത്തുവാൻ പ്രാപ്തമാക്കുന്ന ആഘോഷങ്ങളിൽ പ്രധാന സ്ഥാനത്ത് ഓണമുണ്ട്. തുടർന്ന് വിദ്യാരംഗം, സോഷ്യൽ ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ നാടൻ പൂക്കളുടെ പ്രദർശനം, ഓണപ്പതിപ്പ് പ്രകാശനം, ഓണപ്പാട്ടുകളുടെ അവതരണം തുടങ്ങിയവ നടന്നു. ഹായ് ഫ്രണ്ട്സ്, ഐ ആം ആയിഷ ഇബ, 4th A. കൂട്ടുകാരെ, കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം. ഓണത്തിന് പൂക്കളം ഒരു പ്രധാന ഘടകമാണ്. നമുക്ക് കുറച്ചു പൂക്കളെ പരിചയപ്പെട്ടാലോ? ഇതാണ് തുമ്പപ്പൂവ്. ഇതിന് പൂക്കളത്തിൽ 1ാം സ്ഥാനമാണ്. ഹലോ കൂട്ടുകാരെ, ഞാൻ റിഫാസിനും സെലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പാലവണ്ണ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹലോ കൂട്ടുകാരെ, ഞാൻ മുഹമ്മദ്, ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് നാട്ടുപൂക്കളെയാണ്. ഇത് കോളാമ്പിപ്പൂവ്. ഇത് പല നിറത്തിലും സൈസിലുമുണ്ട്. അതിൻ്റെ ചെറിയ പൂവാണ് ഇത്. മുനീർ ടി, റസാഖ് ബാലോളി, പ്രിയ കെ, റുസാന, പ്രേമ എന്നിവർ ഓണസന്ദേശം നൽകി. തിരുവോണനാളിൽ നഗരത്തിൽ സദ്യ വിളമ്പി JCI തിരൂർ. തെരുവിൽ കഴിയുന്നവർക്കും തൊഴിലാളികൾക്കും ഡ്രൈവർമാർക്കുമാണ് ഓണസദ്യ വിളമ്പിയത്. JCI തിരൂർ തിരുവോണ ദിനത്തിൽ തെരുവിൽ കഴിയുന്നവർക്കും നഗരത്തിലെ തൊഴിലാളികൾ, ഓട്ടോ ഡ്രൈവേഴ്സ് എന്നിവർക്കായി ഓണസദ്യ വിളമ്പി. തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ JCI തിരൂർ പ്രസിഡന്റ് ഡോക്ടർ ഫവാസ് മുസ്തഫ മിസിർ, സെക്രട്ടറി മനു ആന്റണി, പ്രോഗ്രാം കോർഡിനേറ്റർ ജർഷാദ് സുനീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭക്ഷണ വിതരണം നടത്തിയത്. JCI തിരൂരിൻ്റെ തിരുവോണ ദിനത്തിൽ തിരൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആളുകൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു ഓണസദ്യ വിതരണം നടത്തുകയാണ് ഇപ്പോൾ ഇവിടെ. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി JCI തിരൂർ എല്ലാ വിശിഷ്ട ദിവസങ്ങളിലും തിരൂരിലെ പല വിധത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. അത് ഈ തിരുവോണ ദിനത്തിലും സാഹോദര്യത്തിൻ്റെ പ്രതിബന്ധമായിട്ടുള്ള ഒരു ഓണനാളിൽ JCI തിരൂർ അത് വളരെ ഗംഭീരമായിട്ട് ഇവിടെ നടക്കുകയാണ്. ഈ വർഷവും കൊറോണയുടെ മറ്റ് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും ഈ പറ്റുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളിലൂടെ JCI എന്ന് പറയുന്ന സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു സന്ദേശം തന്നെയാണ് ഞങ്ങളുടെ ഈ പ്രവൃത്തിയിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ നൽകുന്നത്. ജംഷാദ് കൈനിക്കര, റിനീഷ് കൊച്ചുകുടിയിൽ, അസീസ് മാവുകുന്ന്, ഹനീഫ് ബാബു, സാജിദ് പൂക്കയിൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് നഗരത്തിലെ വിവിധയിടങ്ങളിലായി 100ലധികം ആളുകൾക്ക് ഓണസദ്യ വിളമ്പി. SSF തിരൂർ ഡിവിഷൻ സാഹിത്യോത്സവം മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ ഉദ്ഘാടനം ചെയ്തു. SSF തിരൂർ ഡിവിഷൻ 28ാമത് സാഹിത്യോത്സവത്തിന് തുടക്കമായി. 100ലധികം മത്സരങ്ങളും 500ലധികം മത്സരാർത്ഥികളുമാണ് പങ്കാളികളാകുന്നത്. മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ ഉദ്ഘാടനം ചെയ്തു. കലയുടെ പേരിൽ പലവിധത്തിലുള്ള കള്ളനാണയങ്ങൾ പ്രചരിക്കുന്നതും കലാപീഠങ്ങൾ ആവിർഭവിക്കുന്നതും പലപ്പോഴും കലയ്ക്ക് ഭീഷണിയായിത്തീരും. കേവലമായ വികാരങ്ങളുടെ ഒഴുക്കിവിടലല്ല കല. കോളറിഡ്ജ് എന്ന കവി പറഞ്ഞിട്ടുണ്ട്, ഒരു നല്ല കവി നല്ല തത്വചിന്തകൻ കൂടിയായിരിക്കുമെന്ന്. അതിനർത്ഥം ഇത് മാത്രമേ ഉള്ളൂ, ഭാവനയുടെയും യുക്തിയുടെയും സമഞ്ജസമായ മേളനത്തിലൂടെയാണ് ഉത്കൃഷ്ടമായ കലകൾ വാർന്നു വീഴുന്നത്. SSF സംസ്ഥാന ജനറൽ സെക്രട്ടറി CN ജാഫർ പ്രമേയ പ്രഭാഷണം നടത്തി.
നാം സ്വയം എരിഞ്ഞില്ലാതായി തീർന്നാൽ പോലും മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുവാനുള്ള ശേഷിയാണ് നമുക്കുണ്ടാക്കിയെടുക്കേണ്ടത്. എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നാം ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യേതരർക്ക് വേണ്ടി, പരിസ്ഥിതിക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ഭൂമിക്ക് വേണ്ടി ആയിരിക്കണം എന്നതാണ്. അതിനെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയവും. നമ്മുടെ കിണറ്റിലെ ജലം അത് നിങ്ങളുടെ മാത്രം അവകാശമല്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ആ ഭൂമി, ആ കിണറിന് നിങ്ങൾക്ക് അവകാശമുണ്ടായിരിക്കാം, പക്ഷെ ആ കിണറ്റിലെ ജലത്തിൻ്റെ അവകാശി നിങ്ങൾ മാത്രമല്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഷുഹൈബ് പുറത്തൂർ, സാജിർ പെരുന്തലൂർ, മുഹമ്മദ് കുട്ടി ഹാജി മച്ചിങ്ങപ്പാറ, മുജീബ് സക്കാഫി കൂട്ടായി തുടങ്ങിയവർ സംസാരിച്ചു. ജുനൈസ് മുസ്ലിയാർ കൂട്ടായി അധ്യക്ഷനായിരുന്നു. VP അബ്ദുൽ വഹാബ് സ്മാരക വിജയാദരം 2021 സംഘടിപ്പിച്ചു. പരന്നേക്കാട് മേഖല മുസ്ലിം യൂത്ത് ലീഗ് MSF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് തിരു MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ SLC+2 ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കും വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും പരന്നേക്കാട് മേഖല മുസ്ലിം ലീഗ്, മുസ്ലിം യൂത്ത് ലീഗ്, MSF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VP അബ്ദുൽ വഹാബ് സ്മാരക വിജയാദരം സംഘടിപ്പിച്ചു. തിരു MLA കുറുക്കോളി മൊയ്തീൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ റഷീദ് PK തിളക്കമാർന്ന വിജയം നേടിയ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ ആദ്യമായി അനുമോദിക്കാം. നിങ്ങളുടെ ഈ വിജയത്തിൽ നിങ്ങൾക്ക് ഉള്ള സന്തോഷം അതിലൊട്ടും കുറയാതെ തന്നെ നിങ്ങൾ മാതാപിതാക്കന്മാർക്കും നിങ്ങളുടെ അധ്യാപകന്മാർക്കും ഒക്കെയുള്ള സന്തോഷമുണ്ടല്ലോ. അതിലൊന്നും തീരെ കുറവില്ലാത്തൊരു സന്തോഷം ഞങ്ങൾക്കുമുണ്ട് എന്നറിയിക്കാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്കുണ്ടായ ഈ വലിയ വിജയത്തിൽ ഈ മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് നിങ്ങളെല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിക്കുവാനും ഹൃദയത്തിനുള്ളിൽ നിന്ന് അനുമോദനങ്ങൾ നേടുവാനും ഞാൻ ആഗ്രഹിക്കാം. കുട്ടികളെ, ഈ പ്രായത്തിൽ, ഈ പഠനകാലത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു അംഗീകാരമാണ് ഇത്. ഈ വിജയം നിങ്ങളുടെ ജീവിതത്തിൽ സകല മാന രംഗങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ മുഖ്യാതിഥിയായിരുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു സാഹചര്യമായിരിക്കും ഇത്. ഇനി വളർന്നു വരാനും നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ തരാനും ഈ പരന്നേക്കാട് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരുപാട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന MSFൻ്റെ പ്രവർത്തകരുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കിയാൽ ഒരു കാര്യത്തിലും നമുക്ക് എന്ത് വിജയം കിട്ടിയാലും എന്ത് പ്രശസ്തി നേടിയാലും അതിനൊന്നും ആദരിക്കാനും ബഹുമാനിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് തരാനൊന്നും ആരും ശ്രദ്ധിക്കാതെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് കുട്ടികൾ ഫുൾ A+ വാങ്ങിയ കുട്ടികളൊക്കെ ഉണ്ടാകും. പക്ഷെ ആരെയും ശ്രദ്ധിക്കാതെ കിട്ടിയതായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യമാണ് ചില സ്ഥലങ്ങളിലൊക്കെ. പക്ഷേ ഈ നമ്മുടെ മേഖല, പ്രത്യേകിച്ച് തിരൂർ നഗരസഭയിൽ ഞാൻ പങ്കെടുത്തതിൽ ഒരുപാട് മിക്ക മേഖലകളിലും ഇങ്ങനെ നല്ല മാർക്ക് വാങ്ങിയവരെ ആദരിക്കുകയും അവർക്ക് വേണ്ട സപ്പോർട്ട് നൽകുകയും ചെയ്യുന്നതിന് വേണ്ടി ഞാൻ പങ്കെടുത്തതിൽ തന്നെ മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, MSFൻ്റെയൊക്കെ കുട്ടികൾ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയുണ്ടായി. C. ജൗഹർ അധ്യക്ഷത വഹിച്ചു. ഫാരിസ് ബാബു, VP ഉമർ, അഡ്വക്കേറ്റ് AK മുസ്തമിൽ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിന അൻസാർ, കൗൺസിലർ സതീശൻ മാവുകുന്നത്, യാസിർ P, ഉനൈസ് VP, ഹുസൈൻ കിഴക്കാങ്കുമ്പാട്ട്, നൌഷാദ് പരന്നേക്കാട്, ആമിനമോൾ, ഫൈസൽ അമേങ്കര, അർഷാദ് KP, അർഷാദ് കിഴക്കുമ്പാട് തുടങ്ങിയവർ സംബന്ധിച്ചു. പൗരപ്രമുഖനും ഒരു നാടിന്റെ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ സജീവ സാന്നിധ്യവുമായിരുന്ന കിഴക്കാങ്കുന്നത്ത് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണ പരിപാടി കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. മാവുംകുന്ന് മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പൗരപ്രമുഖനും ഒരു നാടിന്റെ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ സജീവ സാന്നിധ്യവുമായിരുന്ന കിഴക്കാങ്കുന്നത്ത് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചത്. അനുസ്മരണ പരിപാടി കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരാളെ നമുക്ക് മനസ്സിലാക്കാൻ കുറഞ്ഞ സംസാരങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് സാധിക്കും. സ്വല്പമായി മാത്രമേ ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിയൂ. 2 or 3 തവണ ആ സംസാരത്തിലൂടെ തന്നെ ഒരാളുടെ മാന്യത, അദ്ദേഹത്തിൻ്റെ ഹൃദയശുദ്ധി ബോധ്യപ്പെടുന്ന തരത്തിൽ ആണ് ആ സംസാരങ്ങൾ ഉണ്ടായത് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വലുപ്പം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും. പിതാവ് കുഞ്ഞുദർജി നമ്മുടെ പ്രദേശത്തെ പ്രശസ്തനായി ഒരു സ്ഥാപനം വളരെ പ്രഗത്ഭമായ രീതിയിൽ കൊണ്ടുപോയ ഒരു വലിയ മനുഷ്യൻ്റെ മകനായി ജനിച്ച ബഷീർ സാഹിബ് കുറേ കാലം വിദേശത്തായിരുന്നപ്പോഴും നാട്ടിലെ പ്രശ്നങ്ങളുമായി അദ്ദേഹത്തിൻ്റെ നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു, നല്ല സഹായങ്ങളുണ്ടായിരുന്നു. നാട്ടിൽ ഉണ്ടായ സന്ദർഭത്തിൽ എവിടെയുള്ള
ഓരോ സംരംഭങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു കൈ പങ്കാളിത്തമുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം. VP ഉമർ, KP അബ്ദുള്ളക്കുട്ടി, അസീസ് മാവുകുന്ന, M മമ്മുക്കുട്ടി, KP ഷംസുദ്ദീൻ, സിറാജ് മങ്ങാട്ടിൽ, മുസ്തഫ ഹാജി പൂന്തല, സലാം കിഴക്കാങ്കുന്നത്ത്, റഷീദ് കേടത്തിൽ എന്നിവർ സംസാരിച്ചു. വേറിട്ട ഓണാഘോഷമൊരുക്കി മലപ്പുറം സൈനിക കൂട്ടായ്മ. ഫാറൂഖ് കോളേജിനടുത്തുള്ള സ്നേഹതീരം വൃദ്ധസദനത്തിൽ അന്തേവാസികളുടെ കൂടെയായിരുന്നു മലപ്പുറം സൈനിക കൂട്ടായ്മയുടെ ഈ വർഷത്തെ ഓണാഘോഷം. എല്ലാവരും ഉണ്ടായിട്ടും അവസാന നാളിൽ ഒറ്റപ്പെട്ടുപോയ ഫാറൂഖ് കോളേജിനടുത്തുള്ള സ്നേഹതീരം വൃദ്ധസദനത്തിലെ അന്തേവാസികളുടെ കൂടെയായിരുന്നു മലപ്പുറം സൈനിക കൂട്ടായ്മയുടെ ഈ വർഷത്തെ ഓണാഘോഷം. വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് ഓണക്കോടിയായി മുണ്ടും ഷർട്ടും നൽകി അവർക്കുള്ള ഓണസദ്യ ഒരുക്കിയാണ് ഓണം ആഘോഷിച്ചത്. കാലിക്കറ്റ് മ്യൂസിക് ബീറ്റേഴ്സിന്റെ ഗാനമേളയും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി. രാജ്യരക്ഷയോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിലായി സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായി ട്രെയിനിങ്ങും ക്യാമ്പുകളും സൈനിക കൂട്ടായ്മ നടത്തുന്നുണ്ട്. സ്നേഹതീരം വൃദ്ധസദനം നടത്തിപ്പുകാരുടെയും കുടുംബങ്ങളുടെയും അന്തേവാസികളുടെയും കൂടെ മലപ്പുറം സൈനിക കൂട്ടായ്മയുടെ പ്രതിനിധികളായി ഫൈസൽ അഡ്രിക്കോട്, ഹരീഷ് വാഴയൂർ, മുരളി താനൂർ, സന്ദീപ് കരുളായി, നിയാസ് കൊണ്ടോട്ടി എന്നിവർ നേരിട്ടും മുഖ്യ രക്ഷാധികാരി സുബേദാർ മേജർ ബീരാൻകുട്ടി പൊന്നാട, പ്രസിഡന്റ് നായബ് സുബേദാർ ബിജു പുത്തനത്താണിയും മറ്റു സൈനികരും വീഡിയോ കോൺഫറൻസ് വഴിയും ഓണാഘോഷത്തിൽ പങ്കാളികളായി. പറവണ്ണ ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പറവണ്ണ ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. കുറുക്കോളി മൊയ്തീൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് മെമന്റോ വിതരണം ചെയ്തു. പതിനാലോ 12 വർഷക്കാലത്ത് നിങ്ങളുടെ പഠനത്തിൻ്റെ ഒരാകത്തുകയാണ് നിങ്ങൾ കിട്ടിയിട്ടുള്ളത്. വലിയ അംഗീകാരമാണ് ഈ പ്രായത്തിൽ. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരം ഇതാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകാം. ഇനിയും പല പടവുകളും നിങ്ങൾക്ക് കയറാനുണ്ട്. അത് വളരെ നല്ല രീതിയിൽ, മെച്ചപ്പെട്ട രീതിയിൽ, ഉന്നതമായ രീതിയിൽ, തിളക്കമാർന്ന രീതിയിൽ നിങ്ങൾ കയറി പറ്റണം. അതെനിക്ക് പറയാം. പറവണ്ണ തുടങ്ങിയ തീരപ്രദേശങ്ങളൊക്കെ നമ്മുടെ ജില്ലയിൽ പ്രത്യേകിച്ച് പിന്നോക്കമായിരുന്നു എന്നല്ല, പിന്നോക്കത്തിലെ പിന്നോക്കമായിരുന്നു. ഞാൻ 82-ൽ MSFൻ്റെ ജില്ലാ ഭാരവാഹിയാകുമ്പോൾ താനൂരിൽ വർഷാൻ കടപ്പുറം, എളാരം കടപ്പുറം, കോവർ കടപ്പുറം, പുതിയ കടപ്പുറം തുടങ്ങിയ 4 കടപ്പുറത്ത് പ്രത്യേക ഒരു സെൻസസ് ഒക്കെ എടുത്ത് ഞങ്ങൾ MSFൻ്റെ ജില്ലാ കമ്മിറ്റി ജനുദീനിൽ പോകുന്നുണ്ടാവും. ഈ അഹമ്മദ് സാഹിബാണ് അത് ഉദ്ഘാടനം ചെയ്ത് മേടിച്ചത്. അവിടുത്തെ വീടുകളിലൊക്കെ കയറി ഇറങ്ങി അവിടുത്തെ പഠന നിലവാരം വിലയിരുത്താൻ ഒരു അവസരമില്ല. അപൂർവം ചില ആളുകൾ 4ാം ക്ലാസ് വരും, ചിലർ 3ാം ക്ലാസ്, ചിലർ ഒരു കൊല്ലം പോയി കണ്ട് 1ാം ക്ലാസ്സിൽ തന്നെ നിർത്തി. അത്യപൂർവം ചിലപ്പോൾ 1-2 വീടുകളിൽ 7ാം ക്ലാസ് 8ാം ക്ലാസ്, ചിലവരെങ്ങനെ അത് മുക്കിത്തുറപ്പിച്ചു എന്നൊക്കെ പറയില്ലേ, 10ാം ക്ലാസ് എത്തി അവസാനിപ്പിച്ചു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആളുകളെ കാണാൻ ഞങ്ങൾക്ക് കഴിയുന്നത്. സലാം അലി ഇല്ലം, P സൈനുദ്ദീൻ, സിദ്ദീഖ് ജലീൽ, ലത്തീഫ് പറവണ്ണ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിദിന രോഗികളുടെയും പരിശോധനകളുടെയും എണ്ണം കുറഞ്ഞപ്പോഴും DPR ഉയർന്നു തന്നെ. DPR 16% മുകളിൽ തുടർന്നു. 10,402 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിൻ്റെ 63,406 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 66 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. 25,586 പേർ രോഗമുക്തി നേടി. കേരളത്തിലാകെയും മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും കോവിഡ് അതിവ്യാപന ഘട്ടത്തിലാണ്. മലപ്പുറം അടക്കം 4 ജില്ലകളിലാണ് കോവിഡ് അതിവ്യാപനം രേഖപ്പെടുത്തുന്നത്. സംസ്ഥാനത്താകെ TPR കഴിഞ്ഞ 3 മാസത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്കെത്തി. 17% കടന്ന് TPR ദിനം പ്രതി കുതിക്കുകയാണ്. 11 ജില്ലകളിലും 50%-ലേറെയും കിടക്കകൾ നിറഞ്ഞു കവിഞ്ഞു. പെരുന്നാൾ തിരക്കിന്റെ ആഘാതം കുറയും മുമ്പെത്തിയ ഓണാഘോഷത്തിൽ കോവിഡ് നിരക്ക് കുതിച്ചുയരുകയാണ്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, എറണാകുളം ജില്ലകളിലാണ് രോഗവ്യാപനം കൂടുതലുള്ളത്. കോവിഡ് ഇതര രോഗങ്ങൾക്ക് ചികിത്സയിൽ കഴിയുന്ന ആയിരങ്ങൾക്കൊപ്പം കോവിഡ് ബാധിതരുടെ എണ്ണവും ഉയരുന്നതോടെ ബെഡുകളും ICUകളും അതിവേഗം നിറയുന്നു. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിൽ കഴിയുന്നത്. മലപ്പുറം ജില്ലയിലെ സർക്കാർ മേഖലയിൽ മാത്രം 72% കിടക്കകളിലും രോഗികളായിട്ടുണ്ട്. കാസർഗോഡ് 79%, തൃശൂരിൽ 73% കിടക്കകൾ നിറഞ്ഞു. കോഴിക്കോട് 6,116 കിടക്കകളുള്ളതിൽ 3,424 എണ്ണത്തിലും രോഗികളുണ്ട്. ദിനം പ്രതിയുള്ള കോവിഡ് പരിശോധനകളുടെ എണ്ണം കുറയുമ്പോഴും രോഗികളുടെ എണ്ണവും രോഗവ്യാപന
നിരക്കും കൂടുന്നതാണ് ആശങ്കയേറ്റുന്നത്. നേരത്തെ പ്രതിദിനം 2 ലക്ഷത്തോളം പരിശോധനകൾ നടന്നിരുന്നത് ഇപ്പോൾ പകുതിയായി കുറഞ്ഞു. തിരുവോണ ദിവസത്തിൽ മാത്രം 1 ലക്ഷത്തിനും താഴെയാണ് പരിശോധന നടന്നത്. എന്നാൽ രോഗികളുടെ എണ്ണമാകട്ടെ കുതിച്ചുയരുകയും ചെയ്തു. അതിനനുസരിച്ച് രോഗവ്യാപന നിരക്ക്, ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 17% കുതിച്ചു. നിലവിൽ 1.78 ലക്ഷം പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഒരേ സമയം ചികിത്സയിലുള്ളവരുടെ എണ്ണം 4 ലക്ഷം വരെ ഉയരാമെന്നാണ് വിലയിരുത്തൽ. കടകളിലും പൊതുനിരത്തിലും സാമൂഹിക അകലം പാലിക്കുന്നത് ഉറപ്പുവരുത്താൻ വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും ഉയർന്ന രോഗികളുടെ എണ്ണവും DPR-ഉം. 1577 പേർക്ക് രോഗബാധയുണ്ടായി. DPR 19.65%. 3092 പേരാണ് രോഗമുക്തരായത്. ജില്ലയിൽ ഇതുവരെ 1928 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. മലപ്പുറം ജില്ലയിൽ തന്നെയാണ് കേരളത്തിലാകമാനം ഏറ്റവും കൂടുതൽ രോഗികൾ ഉണ്ടാകുന്നത്. 1577 പേർക്കാണ് ഞായറാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത്. 19.65% എന്ന നിരക്കിൽ TPR ഉയർന്നു തന്നെ നിൽക്കുന്നു. 1482 പേർക്കും നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചപ്പോൾ 33 പേരുടെ ഉറവിടം വ്യക്തമല്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 62 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. 3092 പേരാണ് ജില്ലയിൽ രോഗമുക്തരായത്. ഇതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 4,39,114 ആയി. 77,539 പേരാണ് നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 29,500 പേർ വിവിധ കേന്ദ്രങ്ങളിലായി ചികിത്സയിൽ കഴിയുന്നു. പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 812 പേരും, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 360 പേരും, സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 133 പേരും ചികിത്സയിൽ കഴിയുന്നു. ഡൊമിസിലിയറി കെയർ സെന്ററുകളിൽ 306 പേരും, ശേഷിക്കുന്നവർ വീടുകളിലും മറ്റുമായും നിരീക്ഷണത്തിൽ കഴിയുന്നു. ഇതുവരെ കോവിഡ് ബാധിതരായി 1928 പേരാണ് ജില്ലയിൽ മരിച്ചതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന അറിയിച്ചു. നാട്ടുകൂട്ടം തലക്കാടിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നാട്ടുകൂട്ടം തലക്കാടിന്റെ നേതൃത്വത്തിലാണ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് അനുമോദനം നൽകിയത്. കോവിഡ് മാനദണ്ഡം പാലിച്ച് നടന്ന ചടങ്ങിൽ C. അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ R. വേലായുധൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. N. രവി, M. സൗദാമിനി, ജവഹിറ, KP ജനാർദ്ദനൻ, പ്രജിത ടീച്ചർ, രാമചന്ദ്രൻ, ശക്തിമായ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാലവേദി തിരുവോണ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പൂക്കളമൊരുക്കിയും ഓണപ്പാട്ടുകൾ പാടിയും തിരുവോണ കൂട്ടായ്മ കൂട്ടുകാർ വർണ്ണാഭമാക്കി. താനാളൂർ പാണ്ടിയാട്ട് പ്രദേശത്തെ ബാലവേദി കൂട്ടുകാർ തിരുവോണ നാളിൽ പൂക്കളം ഒരുക്കുകയും ഓണപ്പാട്ടുകൾ പാടിയും തിരുവോണ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ബാലവേദി കൂട്ടുകാരെ KP അഞ്ജന പൂക്കളമിട്ടുകൊണ്ട് ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിലവിലിപ്പോൾ നമുക്ക് പാണ്ടിയാട്ട് ബാലവേദി ഇല്ല, പക്ഷേ ഇതിനു ശേഷം നമ്മൾ എന്തായാലും രൂപീകരിക്കുന്നതാണ്. എല്ലാ കുട്ടികളും ഇപ്പോൾ ഓണത്തിന് അമ്മമ്മയുടെ വീട്ടിലും അച്ഛമ്മയുടെ വീട്ടിലൊക്കെ പോയതുകൊണ്ട് കുറച്ച് കുട്ടികൾ, ഇവിടെയുള്ള നമ്മുടെ കുറച്ച് കൂട്ടുകാർ മാത്രം ഇപ്പോൾ ഇന്നിവിടെ ചേർന്നിട്ടാണ് പൂക്കൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ പൂക്കളം ഇട്ടതിന് ശേഷം നമ്മൾ എന്തായാലും വരും ദിവസങ്ങളിൽ പാണ്ടിയായിട്ട് മികച്ചൊരു ബാലവേദി തന്നെ രൂപീകരിക്കും. നിശേഷിയും മണിക്കൂട്ടനും അതുപോലെ തന്നെ അഞ്ജനയും ആര്യയും എല്ലാവരും കൂടെ ചേർന്നിട്ട് നല്ലൊരു ബാലവേദി നമ്മളിവിടെ കൊണ്ടുപോകും. ബാലവേദി തുടർ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും. അപ്പം ഈ പരിപാടിയിലേക്ക് വന്നിട്ടുള്ള എല്ലാ മുതിർന്ന കൂട്ടുകാർക്കും പിന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പറയുന്നു. അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന കുട്ടിയായിട്ടുള്ള അഞ്ജനയാണ്. അപ്പം അഞ്ജനയെ പ്രത്യേകമായിട്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. VS സനൂജ കൂട്ടുകാർക്ക് തിരുവോണ സന്ദേശം നൽകി. KP ബിന്യ, KP ആര്യ, KP ഷിബിൻ, P ഗായത്രി, കാർത്തിക, ഷാമിൽ, റോഷൻ എന്നീ ബാലവേദി കൂട്ടുകാരുടെയും രക്ഷാധികാരി KP നിഷയുടെയും നേതൃത്വത്തിലാണ് ഓണക്കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരൂരിൽ മാനസികാസ്വസ്ഥമുള്ള യുവാവിനെ സദാചാര ഗുണ്ടകൾ മർദ്ദിച്ചു. ചെറുമണ്ണം പഞ്ചായത്തിലെ വാണിയന്നൂരിലാണ് സംഭവം. പെൺകുട്ടിയോട് ചാറ്റ് ചെയ്തെന്ന പേരിലായിരുന്നു മർദ്ദനം. മലപ്പുറത്ത് ആശുപത്രികളിൽ 72% കിടക്കകളിലും കോവിഡ് രോഗികൾ നിറഞ്ഞു. മലപ്പുറം അടക്കം 4 ജില്ലകളിൽ കോവിഡ് അതിവ്യാപന ഘട്ടത്തിൽ. സംസ്ഥാനത്തെ TPR 3 മാസത്തിനിടയിൽ ആദ്യമായി 17% കടന്നു. പോക്സോ കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും പോക്സോ കേസിൽ അറസ്റ്റിൽ. പിടിയിലായത് പറവണ്ണ ആലിച്ചുവട് സ്വദേശി നസീറുദ്ദീൻ. തിരൂർ CI MJ ജിജോയും സംഘവുമാണ് അറസ്റ്റ് ചെയ്തത്. തൃക്കൊണ്ടൂർ മേഖലാ മുസ്ലിം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. കേരളത്തിൽ രോഗികളുടെ എണ്ണം കുറഞ്ഞപ്പോഴും DPR ഉയർന്നു തന്നെ. DPR 16% മുകളിൽ തുടർന്നു. 10,402 പേർക്ക് രോഗം. 25,586 പേർ രോഗമുക്തി നേടി. കൂടുതൽ രോഗികളും DPR-ഉം മലപ്പുറത്ത് തന്നെ. 1577 പേർക്ക് രോഗബാധ. DPR 19.65%. 3092 പേർക്ക് രോഗമുക്തി.
ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.